ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകൾ കൂട്ടുന്നതിനെ ചൊല്ലി തർക്കം. 56 പുതിയ പോളിംഗ് ബൂത്തുകൾ വർദ്ധിപ്പിക്കാനാണ് നീക്കം. ധൃതി പിടിച്ച് ബൂത്തുകൾ കൂട്ടേണ്ട കാര്യമില്ലെന്നാണ് UDFന്റെ നിലപാട്. എന്നാൽ വോട്ടർമാരുടെ സൗകര്യം പരിഗണിച്ചുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് LDF അറിയിച്ചു. മലപ്പുറം കലക്ട്രേറ്റിൽ നടന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1100-ൽ പരം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വിഭജിക്കണമെന്നാണ് തീരുമാനം. ഇങ്ങനെ വരുമ്പോൾ മണ്ഡലത്തിൽ പുതുതായി 56 പോളിംഗ് ബൂത്തുകൾ നിലവിൽ കൂട്ടേണ്ടി വരും. ഇതോടെ 204 പോളിംഗ് ബൂത്തുകളുള്ളത് 260 മാറും. ADMന്റെ അധ്യക്ഷതയിൽ മലപ്പുറം കലക്ട്രേറ്റിൽ നടന്ന രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിൽ UDF തീരുമാനത്തെ എതിർത്തു. ബൂത്തുകൾ വർദ്ധിപ്പിക്കുന്നത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മതിയെന്നും ധൃതി പിടിച്ചുള്ള വർധനവ് കള്ളവോട്ടിനുള്ള സാഹചര്യമൊരുക്കലാണെന്നും UDF നേതാവ് ഇസ്മയിൽ മൂത്തേടം പ്രതികരിച്ചു. നിലവിലെ 204 ബൂത്ത് വെച്ച് ഇലക്ഷൻ നടത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം അതാണ് നിലവിലെ വോട്ടർ പട്ടിക. ഇനിയിപ്പോൾ ഈ 258 വോട്ടർ പട്ടിക ബൂത്ത് ആകുമ്പോൾ അതിനനുസരിച്ച് വോട്ടർ പട്ടിക ഉണ്ടാക്കണം, അതിനനുസരിച്ച് ബൂത്തുകൾ അറേഞ്ച് ചെയ്യണം. അവിടെ ഒന്നും ഈ അഡീഷണൽ വരുന്ന 54 ബൂത്തിലും BLA പോസ്റ്റ് ഉണ്ടാവില്ല, BLO ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വോട്ടർ പട്ടികയിലും കൃത്രിമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭയപ്പാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആശങ്ക രേഖപ്പെടുത്തുന്നത്. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് LDF നിലപാട്. നീണ്ട വരി ഇല്ലാതാക്കാൻ ബൂത്തുകൾ വർദ്ധിപ്പിക്കുന്നത് സഹായിക്കുമെന്ന് CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ പറഞ്ഞു. ആ തീരുമാനത്തിന് ഞങ്ങൾ LDF സ്വാഗതം ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 7 മണി 8 മണി 9 മണി വരെ പോളിംഗ് നീണ്ടിട്ടുണ്ട്. അതൊന്ന് കുറഞ്ഞു കിട്ടും, ജനങ്ങൾക്ക് സൗകര്യപ്രദമാകും. ബൂത്തിന്റെ സ്റ്റേഷൻ മാറ്റരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥലം മാറ്റാതെയാണ് പുതിയ പോളിംഗ് ബൂത്തുകൾ കൂടി വരുന്നത്. ഇത് സംബന്ധിച്ച് BLOമാരുടെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ഇന്ന് വില്ലേജ് ഓഫീസുകളിൽ നടത്തും. ഏപ്രിൽ 8-നുള്ളിൽ തന്നെ ഫീൽഡ് പരിശോധന പൂർത്തിയാക്കണം. നിലമ്പൂരിൽ മാത്രം 42 BLOമാരെ പുതുതായി നിയമിക്കും. അതേസമയം ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നിലമ്പൂരിൽ തകൃതിയായി നടത്തുകയാണ്. മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രചാരണ ചുമതല സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കിക്കും OJ ജനീഷിനും നൽകി. 24 മലപ്പുറം.